ഞങ്ങളിന്ന് പറയും ഇന്ന് ഒരു സമയമുണ്ട്, ഇന്നൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് പറ്റിച്ചാണ് സാറേ. ഒരു കൊല്ലെടുത്ത അവൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി 14ഓളം കല്യാണങ്ങൾ നിഖില കഴിക്കുന്നുണ്ട്. അതിങ്ങനെ കട്ടായിട്ട് ഈ ബ്രൈഡൽ മേക്കപ്പ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എത്രത്തോളം ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ചില സ്പേസ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്കൊരു കല്യാണം നടത്തിയേക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ വരനെ കിട്ടില്ല. അപ്പോൾ നമ്മളെ യൂട്ടിലെ ഏതെങ്കിലും ചേട്ടയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ വരനാക്കും. അങ്ങനെയൊക്കെയാണ് നടന്നത്. തട്ടേ കയറിയ മട്ടുമാറും എന്ന് പറയുന്ന പോലെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ഇതെല്ലാം അവാർഡ് കിട്ടിയ നടിയും കൂടെ അല്ലേ? അതിൽ കാര്യമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കാത്ത സ്ത്രീകളും സിഗരറ്റ് വലിക്കാത്ത സ്ത്രീകളും ഇപ്പോൾ പോലീസുകാരിൽ തന്നെ ഇടി കൊടുക്കാത്ത സ്ത്രീകളും അവരും ബോൾഡായിരിക്കുമല്ലോ. ഇങ്ങനെ ബോൾഡാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇത് കൊണ്ടുവരുന്നതിനോട് എന്താണ് ശ്രീരേഖയ്ക്ക് തോന്നിയിട്ടുള്ളത്? അങ്ങനെ കാണിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അത് കാണിച്ചാലേ ഓഡിയൻസിലേക്ക് എത്തൂ എന്നുള്ളതെന്നുണ്ടെങ്കിൽ അതും ബോൾഡ്നെസ് ആണ്. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും തൻ്റെ ആ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നതും ഒരു തരത്തിലുള്ള ബോൾഡ്നെസ് ആണ്. ഇപ്പോൾ ലാഗ് ആർക്കും ഇഷ്ടമല്ല. ചെറിയൊരു ഇമോഷൻ സ്പേസ് പോലും നമുക്ക് എവിടെ ലാഗാണ്. നമുക്ക് ഉറപ്പുള്ളൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള സ്പേസ് ഈ ലോകത്തുണ്ട്. പക്ഷെ അത് കാണാനുള്ള ആളുകളുടെ എണ്ണം നമ്മൾ ഇത്ര ആഗ്രഹിക്കരുത്. ഒരാളുണ്ട്, അല്ല ഒരേ ഒരാളെ നമുക്ക് കാണാനുണ്ടെങ്കിലും ആ ഒരാൾക്ക് വേണ്ടി പെർഫോം ചെയ്യാം. അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾക്ക് മുമ്പിൽ ഇരുന്ന് പെർഫോം ചെയ്ത് ഒരുപാട് നടന്മാർ നമുക്കുണ്ട്. ഒരു പെണ്ണ് നടത്തിയ തട്ടിപ്പിൻ്റെ കഥ. ഒരു പെണ്ണ് കേസിൻ്റെ സംവിധായകൻ ഫെബിനും നടി ശ്രീരേഖയും. ഒരു പെണ്ണ് നടത്തിയ തട്ടിപ്പിൻ്റെ കഥ എന്ന് പറയുമ്പോൾ തന്നെ കൗതുകം ലേശം കൂടും. കാരണം എന്തായിരിക്കും ഒരു പെണ്ണ് നടത്തുന്ന തട്ടിപ്പുകൾ? കാരണം പൊതുവേ നമ്മൾ സിനിമയിലാണെങ്കിലും വാർത്താമാധ്യമങ്ങളിലാണെങ്കിലും പെണ്ണുങ്ങളെ നമ്മളെപ്പോഴും ഒരു വിക്ടിം സൈഡിലാണല്ലോ കാണുന്നത്. പക്ഷേ ഇവിടെ പെണ്ണ് അത്യാവശ്യം നല്ല ഉടായ്പ് കാണിക്കുന്നുണ്ട്. അത് വളരെ രസകരമായി തന്നെ അതെടുത്തിട്ടുണ്ട് സിനിമയിൽ. അതുകൊണ്ട് കൺഗ്രാറ്റ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം, ഒരു പെണ്ണ് നടത്തിയ തട്ടിപ്പിൻ്റെ കഥ പറയണം എന്നുള്ളൊരു തീരുമാനം? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കഥ പറയണമെന്ന് തീരുമാനിച്ചത്? ഇതിൽ ക്രൈമിനൊരു ജനറൽ ഒരു ആട് പെണ്ണ് എന്നുള്ള വ്യത്യാസം ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ നമ്മളിപ്പം എല്ലാവരും ക്രൈം ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊരു ജനറൽ ഇതില്ലാന്ന് തോന്നുന്നുണ്ട്, പറയണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് നമ്മൾ തുടക്കം ഇങ്ങനെയൊരു സബ്ജക്റ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് എഴുതി തുടങ്ങിയല്ല. ഇതിനാസ്പദമായിട്ടൊരു സംഭവം, ഒരു പത്രവാർത്ത കണ്ടു. അതിൽ നിന്ന് ഒരു ത്രെഡ് കിട്ടിയപ്പം വിവാഹ തട്ടിപ്പെടുത്തൊരു പെൺകുട്ടിയെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു എന്നുള്ള വാർത്തയിൽ തന്നെയാണ് തുടക്കമുണ്ടായത്. അപ്പം അതിൽ നിന്ന് തുടങ്ങി തന്നെയാണ്, ആ വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങിയതാണ്. ഇപ്പോൾ ശ്രീരേഖ പോലീസുകാരിയാണ്. ശ്രീരേഖയുടെ ആ ഒരു വരവും ആ ഒരു എനർജിയും ആ എക്സൈറ്റ്മെൻറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിഖില വിമലിനെ ഇപ്പോൾ കുനിച്ചീർത്തിടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പറയടി എന്നൊക്കെ വിരട്ടി. അങ്ങനെയായിരുന്നില്ല, എന്നെ ഫെബിൻ സമ്മതിച്ചില്ല. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുമ്പോൾ മനസ്സിൽ ആദ്യം പരിചയപ്പെട്ട ഈ സ്റ്റോറി പറയുന്ന ടൈമിലൊക്കെ മനസ്സിൽ അതായിരുന്നു. പക്ഷെ അതിന് പിന്നെ നടന്നില്ല. ആ ആഗ്രഹം അങ്ങ് കിടക്കുകയാണ്, തന്നില്ല. നമ്മൾ ആദ്യം പറയുമ്പോഴേ പറഞ്ഞിരുന്നു ചേച്ചിനോട് ഇനിയും തടിക്കണം എന്നാണ് പറഞ്ഞത്. അത് ഞാൻ തടി ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ശ്രീരേഖയെ നമ്മൾ ആദ്യം തന്നെ മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പിന്നെ ഈ ഒരു തടി വെക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ നമ്മളെ ഒരു ചേച്ചി പോലെ തോന്നണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായത്. പോലീസുകാരിയായിട്ടല്ല, നമ്മുടെ വീടിനടുത്തൊക്കെ കാണുന്ന ഒരു ചേച്ചിമാർ ആ രീതിയിലായിരിക്കണം പെരുമാറ്റവും. അങ്ങനെ ആ ഒരു പോലീസുകാരി എന്ന് തോന്നരുത് തന്നെയാണ് പറഞ്ഞത്. അതെ, വണ്ണമൊക്കെ വെച്ച് വന്ന് ഒന്നൊന്ന് ആ ഒരു ഉശിരോടെ വന്ന് പോലീസുകാരി സത്യം പറഞ്ഞ ക്ലൈമാക്സ് കണ്ടപ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് വളരെ പോയത് അതാണ്. ഇപ്പോൾ ശ്രീരേഖയുടെ ക്യാരക്ടർ ആണെങ്കിലും ഷഫീഖിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് പോലീസ് സ്റ്റേഷനിൽ. പ്രതികളെ വരട്ടുന്നില്ല, എല്ലാവരും വളരെ സ്നേഹത്തോടെയും പ്രതികളോടും ഭയങ്കര സ്നേഹം. സാധാരണ നമ്മൾ കാണുന്ന പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ അകത്തോട്ട് കയറുമ്പോൾ തന്നെ പോലീസുകാരുടെ വിരട്ടലും തെറിവിളിയും ശാസനയും കുനിച്ചിരുത്തി ഇടിക്കലും പണിഷ്മെൻ്റൊക്കെ ആണല്ലോ. പക്ഷേ ഇത് ഒരു വളരെ ടോട്ടലി നമ്മൾ കാഴ്ചയൊക്കെ മാറ്റിവെക്കുന്ന, ഇതുവരെയുള്ള കാഴ്ചശീലത്തിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷൻ അന്തരീക്ഷം. ഈ അധികം കേസുകളില്ലാത്തൊരു സ്റ്റേഷൻ എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ ഈ കാണുന്ന അത്ര ഭീകരമൊന്നല്ല പോലീസ് സ്റ്റേഷൻ, അത്ര ഭീകരമൊന്നുമല്ല പോലീസ് സ്റ്റേഷൻ. നമ്മളിപ്പം റക്കിക്ക് നമ്മളിപ്പം പല പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഈ കഥ എഴുതുന്ന സമയത്തൊക്കെ ഞാൻ ചില പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ ഓൾറെഡി ഒരു പോലീസുകാരുടെ മകനായിരുന്നു. അപ്പോൾ ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിലാണ് വളർന്നതൊക്കെ. അപ്പോൾ ഈ നമ്മളീ പോകുമ്പം അവിടെയൊക്കെ ഭയങ്കര ഒരു ജോളി വൈബിലുള്ള പോലീസ് സ്റ്റേഷൻ തന്നെയാണ്.
നമ്മൾ കാണുന്ന അത്ര ഭീകരത ശേഷന് ഉണ്ടാകാറില്ല. ഓക്കെ, പോലീസുകാരൻ്റെ മകനാകുമ്പോൾ എപ്പോഴെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ നീയും ഒരു പോലീസുകാരനാവണമെന്ന്? ഉറപ്പായിട്ടും. അതൊക്കെ ആഗ്രഹങ്ങളല്ലേ, അത് പറയില്ല. നമുക്ക് അതിനോട് താല്പര്യമില്ല. ഇല്ല. ശ്രീരേഖ ഇപ്പോൾ ശ്രീരേഖയുടെ വെയിലാണ് ഞാൻ ശ്രീരേഖ ആദ്യമായിട്ട് കാണുന്നത്. അതിനകത്ത് സംസ്ഥാന അവാർഡ് കിട്ടിയ നായിക നടിയും കൂടിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു റോള് ചെയ്യാനായിട്ട് ചിലപ്പം 50 പേര് അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്ന് ശ്രീരേഖ എന്നൊരു ആക്ട്രസിനെ പ്രൊജക്റ്റ് ചെയ്യുക, എപ്പോഴും പ്രസൻസ് കാണിക്കുക എന്നുള്ളത് അത് എത്രത്തോളം ചാലഞ്ചിങ് ആണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഞങ്ങളുടെ മീറ്റിങ്ങിന് ചെന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കഥ പറഞ്ഞ് ഏകദേശം ചേച്ചി മറ്റേ നേരത്തെ പറഞ്ഞ റെഡിയൊന്നും അല്ല, മര്യാദയ്ക്കൊക്കെ പോകുന്നൊരു പാവം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങുന്ന ദിവസം എന്നെ വിളിച്ചപ്പോൾ പോലും ഞാൻ 2 പെട്ടി പാക്ക് ചെയ്ത് പോയൊരു വ്യക്തിയാണ്. കാരണം എന്നെ ഇങ്ങനെ കാണുന്ന പോലെ അല്ല സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ചെന്നപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ തുടക്കത്തിലേ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇവർ നമ്മുടെ ക്യാരക്ടറിന് പറ്റുമോ എന്ന് നമ്മുടെ അസോസിയേറ്റ് സമ്മതിച്ചു. അപ്പോൾ എനിക്കിത് ഇവർ സമ്മതിക്കുന്നതിന് മുമ്പ് മനസ്സിലിത് ആവാം, അങ്ങനെയൊക്കെ വരാം. പക്ഷേ നമ്മൾ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തട്ടേ കയറിയ മട്ടുമാറും എന്ന് പറയുന്ന പോലെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അതല്ല അവാർഡ് കിട്ടിയ നടിയും കൂടെ അല്ലേ? അതിൽ കാര്യമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് അല്ല, അങ്ങനെയൊന്നുമില്ല. അവാർഡ് എന്ന് പറയുന്നത് അതൊരു അംഗീകാരം. അതിനും ഒരുപാട് പേര് എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ അന്നേരം ഒരു പർട്ടിക്കുലർലി നമ്മളൊരു ഡിസേർവിങ് ആയതുകൊണ്ട് നമുക്ക് തന്നു. എല്ലാവരും അത് ഇറങ്ങാനാണ്. അപ്പോൾ അതിലൊരു കാര്യമില്ല. പക്ഷേ ഇത് സംഭവം വേറെയായിരുന്നു. ഫസ്റ്റ് ദിവസത്തെ ഷൂട്ടായിരുന്നു നമ്മുടെ, എനിക്ക് തോന്നുന്നു വയനാട്ടിലെ ഞങ്ങൾ ആദ്യത്തെ ഷൂട്ടായിരുന്നു. ചേച്ചി ആദ്യം ജോയിൻ ചെയ്ത് ആദ്യത്തെ ദിവസം പുള്ളിക്കാരി ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാനും അസോസിയേറ്റും ഇനി പിന്നെ ഷൂട്ടിങ്ങിന് പോകാൻ നിൽക്കുമ്പോൾ ചേച്ചി അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് വരാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പം അസോസിയേറ്റ് അപ്പോഴാണ് ഈ ശ്രീരേഖ ആദ്യമായിട്ട് കാണുന്നത്. ചേച്ചിയെ കണ്ട പാടെ തന്നെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഫെമിന ഇത് നടക്കുമോ, ഇതൊരു ചേച്ചിയായിട്ട് തോന്നുമോ എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ യൂണിഫോം ഇട്ട് പുള്ളിക്കാരി വന്ന് കറക്റ്റ് ക്യാരക്ടറായിരുന്നു. ഈ ഒരു സംഭവം പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. നേരത്തെ പറഞ്ഞല്ലേ 50 പേരുടെ ഇടയിൽ എന്താ പറഞ്ഞത്? പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ ചെയ്യാൻ 50ഓളം പേര് ആക്ടേഴ്സ് സിനിമയിൽ അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് ഒരാളെ മുന്നോട്ട് വന്ന് അവരെ സെലക്ട് ചെയ്തെടുക്കാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം അതിന് നമ്മൾ എപ്പോഴും അവൈലബിൾ ആണ്, നമ്മുടെ പ്രസൻസ് എപ്പോഴും കാണിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ചാലഞ്ചിങ് ആണെന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം ഫെമിനെ കുറിച്ചുള്ള റിസർച്ചിൽ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഫെമിൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്, അങ്ങനെ അധികം ഒന്നും സംസാരിക്കില്ല എന്നുള്ളൊരാളാണ് സംസാരിച്ച് തുടക്കുകയാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരാൾ, എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. നമ്മൾ സിനിമ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം മാത്രമല്ലല്ലോ, ഒരുപാട് ആൾക്കാർ മാനേജ് ചെയ്യണം. മാത്രമല്ല ഈ സിനിമയിൽ അത്യാവശ്യം നല്ലൊരു കാസ്റ്റും ഉണ്ട്, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാസ്റ്റാണ് ഈ സിനിമയിലുള്ളത്. ഈ നിഖില കല്യാണം കഴിക്കുന്ന നിഖിലയുടെ ഭർത്താക്കന്മാർ തന്നെ വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാസ്റ്റാണ്. അപ്പോൾ ഇവരൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ഇതിനെല്ലാം സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ് എല്ലാത്തിനും ഉണ്ടാവുക. ഞാൻ സാധാരണ ഒരു നമ്മൾ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ആംബിവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു കംഫർട്ട് സ്പേസിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എനിക്കൊരു സ്ഥലം ഇത് ഞാൻ ചെയ്തേ പറ്റൂ, എനിക്ക് ആ സമയത്ത് ഈ ജോലി ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലാകുമ്പം എനിക്ക് അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ ചിലപ്പം മറ്റുള്ളവർക്ക് അത് തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷേ എനിക്ക് ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരാളടുത്ത് പിന്നെ ഒരു ആളുകൾക്കിടയിൽ നിന്നിട്ട് ബൈക്കിൽ കൂടെ ആക്ഷൻ പറയുക, അതൊക്കെ പറയുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ മറികടന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്തല്ലേ പറ്റും. അതെ അതെ. മറ്റൊരു എക്സൈറ്റിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്, നിഖില വിമലിൻ്റെ ബ്രൈഡൽ മേക്കപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു കല്യാണത്തിന് ഒരുങ്ങാന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വെളുപ്പിന് എണീറ്റ് മണിക്കൂറോളമാണ് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന് മുന്നിൽ നിൽക്കുന്നത്. ഇത് 14ഓളം കല്യാണങ്ങൾ നിഖില കഴിക്കുന്നുണ്ട്, 14 പേര് കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പം അതിങ്ങനെ കട്ടായിട്ട് ഈ ബ്രൈഡൽ മേക്കപ്പ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എത്രത്തോളം ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ മേക്കപ്പ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് തന്നെ വീണ്ടും അത് മാറ്റുക, വീണ്ടും മണിക്കൂറോളം മേക്കപ്പ് ചെയ്യുക അല്ലേ? അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു.
ഞങ്ങൾക്കല്ല, ഞങ്ങളെക്കാട്ടും ബുദ്ധിമുട്ട് അത് നിഖിലേക്കായിരുന്നു. കാരണം ഇത് മേക്കപ്പ് ചെയ്ത് ഞങ്ങളൊരു പ്ലാനിങ് എന്ന് പറയുന്നത് ഇതൊരു ഷോട്ട് ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്യാം, ഈ ഒരു ഷോട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം മറ്റുള്ള ഷൂട്ടുകളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ആ ഗ്യാപ്പാണ് ഈ മേക്കപ്പ് ചെയ്യാനുള്ള സമയം. ഈ ഷൂട്ടിംഗ് ടൈമാണ് നിഖിലേക്ക് മേക്കപ്പ് ചെയ്യാനുള്ള സമയം. അപ്പോൾ 4:45 ഒരു ഷൂട്ടിംഗ് 6 മണി വരെ ആണെങ്കിൽ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ നിഖില ഒരു ഷോട്ട് നമുക്ക് ആ രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ചിലപ്പം ഈ പറഞ്ഞ പ്ലാനുകളൊന്നും നടന്നു വരില്ല, നമ്മുടെ ഈ ഷൂട്ട് തന്നെ കഴിയാതെ വരും. അപ്പോൾ നിഖില ഓൾറെഡി ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പറയും ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ തന്നെ ചിലപ്പം ചില പാസിങ് ഷോട്ടുകളുണ്ട്, അതായത് നമ്മളിങ്ങനെ പുറകെ കൂടെയൊക്കെ നിഖില വെറുതെ പാസ് ചെയ്ത് പോയാൽ മതി, ഒരു ഡയലോഗൊന്നുമില്ല, ആളുകൾക്കിടയിൽ ഒന്ന് പാസ് ചെയ്ത് പോയാൽ മതി. പക്ഷേ ആ ഷോട്ടിൽ ഡ്രസ്സെല്ലാം ചെയ്ത് അതിലൂടെ പോവും. ഇങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ ഞങ്ങളെന്ന് പറയും ഇന്ന് ഒരു സമയമുണ്ട്, ഇന്നൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ആ രീതിയിലാണ് മൊത്തത്തിൽ നടന്നത്. പിന്നെ നമുക്ക് വരന്മാരായിട്ടൊക്കെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് പെട്ടെന്ന് ഈ ചില സ്പേസൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്കൊരു കല്യാണം നടത്തിയേക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ വരനെ കിട്ടില്ല, അപ്പോൾ നമ്മളെ യൂട്ടിലെ ഏതെങ്കിലും ചേട്ടയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ വരനാക്കും. അങ്ങനെയൊക്കെയാണ് നടന്നത്. അല്ല, നിഖിൽ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഈ സിനിമ തീർന്നതോടെ ഇനി ഞാൻ ശരിക്കുള്ളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും പോയിരുന്നു, ഇത്രയും ബ്രൈഡൽ മേക്കപ്പ്. അത് കറക്റ്റാണത്. ഇപ്പോൾ ശ്രീരേഖ ഒരു സൈക്കോളജിസ്റ്റും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ സൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സ് കൃത്യമായി പഠിക്കുക എന്നുള്ളൊരു സംഭവമാണല്ലോ. ആ മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കി, പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈക്കോളജിസ്റ്റ് ഒരു ആക്ട്രസ് ആകുമ്പോൾ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ആ കഥാപാത്രത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വളരെ കുറച്ചൊരു വേറിട്ട രീതിയിൽ കുറച്ചൊരു ഇൻഡെപ്തായിട്ടും അതിൻ്റെ വൈവിധ്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റാറുണ്ടോ? ഇനി അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ശരിയാണല്ലോ, ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ ഈ പ്രൊഫഷൻ വേറെ, ഞാൻ എൻ്റെ ഹോബി വേറെ, അങ്ങനെയൊക്കെ മാറ്റി വെച്ചിരിക്കുക. ശരിയാണ്, ഇനി അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ കാരണം വെയിൽ പോലത്തെ ഒരു സിനിമ അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള ഇമോഷൻസിൽ കൂടെ കടന്നുപോയ സിനിമയാണല്ലോ. അതെ. അപ്പം ഞാൻ കരുതി ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ ആദ്യം വെയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ശരത്ത് പറഞ്ഞു, ചേച്ചി മറ്റേ ഇത് വേണ്ട, സൈക്കോളജിസ്റ്റിൻ്റെ കണ്ണോട് കൂടി വേണ്ട എന്നുള്ള ആദ്യം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു നിർദ്ദേശം തുടക്കത്തിൽ കിട്ടിയതുകൊണ്ടായിരിക്കും പിന്നീട് ഞാൻ ട്രൈ ചെയ്തില്ല. പക്ഷേ അങ്ങനെയല്ലെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏതൊരു ആർട്ടിസ്റ്റും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളത് ഇൻഡെപ്തിലേക്ക് ഇറങ്ങാൻ നമുക്കതൊരു സൈക്കോളജിസ്റ്റ് ആവണം എന്നുള്ളത് നിർബന്ധമുണ്ടോ എനിക്കറിയില്ല. കാരണം ഏതൊരു സൈക്കോളജിസ്റ്റിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അത്രയധികം ആർട്ടിസ്റ്റുകളും ഉണ്ട് നമുക്ക്. അപ്പോൾ അതൊരു ഒബ്സർവേഷൻ മാത്രം മതിയാവും. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ഐഡിയയ്ക്ക് താങ്ക് യു. ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മളതിലുള്ളൊരു തുറുപ്പ് ചീട്ടാണ്. അത് മാത്രമല്ല, ഇപ്പം സിനിമ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആൾക്കാർ ഉള്ളൊരു ഫീൽഡാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, ഈഗോ ഉള്ള, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആൾക്കാരുള്ളൊരു ഫീൽഡായിട്ടാണ് കേട്ട് വരുന്നത്. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് അപ്പോൾ മനുഷ്യൻ അവൻ്റെ പ്രശ്നങ്ങൾ പറയാനായിരിക്കും മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അവർ അത്തരത്തിലുള്ള ആൾക്കാരെ ഡീൽ ചെയ്ത് അത് കുറച്ച് സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ ചില സീൻസും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അല്ല അതുണ്ട്. പക്ഷേ അത് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ചില സിറ്റുവേഷൻസ് നമുക്ക് പറഞ്ഞു തരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ പെർഫോം ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ നേരത്തെ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായത് നമുക്ക് കേട്ട് പരിചയമുണ്ടല്ലോ എന്ന് ചിന്തിക്കും. അതിലെന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്കത് വർത്തിയാണ്. നമുക്ക് നല്ലൊരു ലിസണറായാൽ നമുക്ക് എവിടെ നിന്നും കിട്ടും. നമുക്കൊരാളുടെ അനുഭവ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അത് ഈ പറയുന്ന പോലെ നമ്മൾ ചിന്തിക്കും. ചിലത് ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിയുന്നതിനൊക്കെ അപ്പുറമാണ് യഥാർത്ഥത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ നമുക്ക് അതുപോലെ നമുക്ക് ഒരിടത്തും കാണിക്കേണ്ടി വന്നിട്ടില്ല. അവർ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്യൂസ് ഉള്ള, നമുക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിക്കലി ഹെൽപ്പ് ചോദിച്ചു വരുന്ന ആളുകളുടെ ഒരു അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് സൈക്യാട്രിസ്റ്റിനൊക്കെ കാണാൻ പോകുന്നവരുടെ ഒന്നും നമുക്ക് വേണ്ടി വന്നിട്ടില്ല. പക്ഷേ അത്രയും നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ലെവല് ആയി പോകും. അത്രയില്ല, ചെറുങ്ങനെ ക്യാരക്ടറായിട്ട് ശ്രീരേഖ ക്യാരക്ടറായിട്ട് നിൽക്കും. ഈ സമയത്തും ഷൂട്ടിംഗ് സമയത്തും അല്ലാത്ത സമയത്തും ക്യാരക്ടറായിട്ട് തന്നെയാണ് നിൽക്കുക. അതാണ് ശ്രീരേഖ. കട്ട് കഴിഞ്ഞാൽ നമ്മളോട് പെരുമാറുന്ന രീതിയൊക്കെ ഈ ക്യാരക്ടറായിട്ടായിരിക്കും. ഇപ്പം രാവിലെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ അതുവരെ കണ്ട ശ്രീരേഖ ആയിരിക്കില്ല ഷൂട്ടിങ്ങിൻ്റെ ആ ദിവസമുണ്ട്. പിന്നീട് ശ്രീരേഖ സ്വിച്ച് ഓൺ എന്ന് പറയുന്ന രീതിയിൽ മാറുന്നുണ്ട് ക്യാരക്ടർ.
ഇപ്പോൾ കാസ്റ്റിൽ തന്നെ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് ജ്യോത്സ്യൻ ഹരി പത്തനാപുരവും അതുപോലെ നടൻ ബാലയാണ്. അവരുടെ ഒരു കാസ്റ്റ് ഇവരൊക്കെ തന്നെയായിരുന്നു നേരത്തെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങനെ ഭർത്താക്കന്മാർ എന്നുള്ള രീതിയിൽ കുറച്ച് പേരെ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നീട് വന്ന ചർച്ചകളിൽ എനിക്ക് ഈ സ്ലാങ്, ഈ ഒരു വിവിധ ഭാഷാശൈലികൾ ഒരു സ്ഥലത്ത് വരിക എന്നുള്ളത് കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കുറേ ആളുകളെ പിക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആരെ നോക്കാം, അങ്ങനെയാണ് നോക്കിയത്. അപ്പം അതിൽ വന്നതാണ് ഹരി പത്തനാപുരം എന്നുള്ള ചോയ്സ്. ഞങ്ങളുടെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ആസിഫ് എന്നുള്ളത്. പുള്ളിക്കാരൻ വർക്ക് ചെയ്ത ലാസ്റ്റ് പടത്തിൽ അരിപത്രാപുരം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആസിഫ് എന്നോട് പറയുകയാണ് അങ്ങനെ അരിപത്രാപുരം അഭിനയിക്കുന്നു പറയുന്നത്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരനെ അറിയാം, പക്ഷേ ഇയാൾ അഭിനയിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. അതിന് ഇങ്ങനെ അഭിനയിക്കുമോ എന്നല്ല, ഇങ്ങനെ അഭിനയം ഒരു ഫീൽഡാക്കിയൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പുള്ളി വരാമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബാല പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ചോയ്സ് ആയിരുന്നു ബാല. പക്ഷെ ബാല ഭയങ്കര നമുക്ക് ഭയങ്കര ബാലയെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ക്ലാപ്പായിരുന്നു. തിയേറ്ററിൽ എനിക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാ സ്ഥലത്തും. ബാല ഭയങ്കര ഞങ്ങൾക്ക് ആ സ്ഥലത്തൊരു നല്ലൊരു രസമുള്ളൊരു ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പല അന്ന് ആ സമയത്ത് പല ചർച്ചകൾ പലരും വന്നിരുന്നു. പക്ഷേ ഈ പെട്ടെന്ന് ബാല എന്നുള്ള പേര് വന്നപ്പോൾ ഓക്കെ എല്ലാവരും ഒരേ ഇതിൽ പറഞ്ഞു ബാല വന്നാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ. ഒരുപാട് പ്രശ്നങ്ങൾ വരാം. പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സാധനങ്ങളൊന്നും കിട്ടാതെ വരാം. നമ്മൾ എഴുതി വെച്ച സാധനം, നമ്മുടെ ഇമാജിനേഷനുള്ള സാധനമൊന്നും ചിലപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഈ ലിമിറ്റേഷൻസിനെല്ലാം ഈ ക്രാഫ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഈ പ്ലാനായി എപ്പോഴും വർക്ക് ആവണമെന്നില്ല. നമ്മൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ നമ്മൾ ചെറിയ ഒരു ബജറ്റ് ചെയ്യുമ്പം ഒരു പ്ലാനായി എപ്പോഴും പ്ലാൻ ബിയും സിയും എപ്പോഴും റെഡി ആയിരിക്കണം. പിന്നെ പ്ലാൻ സെറ്റ് വരെ പോവാം. അങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി അതിൽ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഇതിവിടെ ഈ ലൊക്കേഷൻ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മൾ ചെയ്ത് നോക്കിയേ പറ്റൂ. അത് നമുക്കത് അങ്ങനെ തന്നെയാണ്. എനിക്കൊന്നും ഇപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. അല്ല, ഇപ്പോൾ ഇതിന് സിനിമയുടെ ഏറ്റവും രസകരമായിട്ടും ഏവർക്കും ഇഷ്ടപ്പെട്ടത് സിനിമയുടെ ക്ലൈമാക്സ് ആണ്. അപ്പം ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു ക്ലൈമാക്സ്, അതിൻ്റെ ഒരു ക്രാഫ്റ്റിങ്, അതൊക്കെ എങ്ങനെയായിരുന്നു? ക്ലൈമാക്സിനൊക്കെ എനിക്ക് ആ സ്ഥലത്ത് ഒരു പെർമിഷനും ഒക്കെ കാര്യത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്കത് ആ സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്താണ് ഞങ്ങൾക്ക് ആ സ്പേസ് കിട്ടിയത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണമായിരുന്നു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, പ്ലാൻ എ നടന്നിട്ടുണ്ടാവില്ല, പ്ലാൻ സി. പക്ഷെ അത് നന്നായി വന്നിട്ടുണ്ട്, തിയേറ്ററിൽ കൈയടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിഖില തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഭയങ്കര വൈറലായിരുന്നു. കാക്കനാട് നിന്ന് വിളിച്ചു പോവുകയാണെങ്കിൽ ഒരുപാട് പുതുമുഖ നടിമാർ പല ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരും എന്നുള്ളത്. അപ്പോൾ നിഖില സത്യം പറഞ്ഞ് അഡ്രസ്സ് ചെയ്തത് മലയാള സിനിമയിലെ നടിമാർ നേരിടുന്ന ആ സ്ട്രഗിൾസാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പം ഫസ്റ്റ് സിനിമ നമുക്ക് കിട്ടി, നല്ല അഭിപ്രായം പറഞ്ഞു, കേട്ടു എന്ന് വെച്ച് നമുക്ക് അടുത്തൊരു സിനിമ അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ ശ്രീരേഖയ്ക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീരേഖനൊന്നും അവാർഡിലൊന്നും കാര്യമില്ല എന്ന് അങ്ങനെ പല നടിമാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അവാർഡ് കിട്ടി, നമ്മൾ നല്ലൊരു മികച്ച നടിയാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ പോലും നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നതിൽ ശ്രീരേഖ നേരിടുന്ന പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളായിട്ട് ഞാൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് വെറുതെ പറയുന്നതല്ല. എനിക്ക് ഓരോ പടങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് പോസിറ്റീവായിട്ടാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ 5ാമത്തെ പടമാവുന്നേ ഉള്ളൂ. വേലിന് ശേഷം ഞാൻ ചെയ്യുന്ന എൻ്റെ കറക്റ്റ് 5ാമത്തെ പടമാണിത്. ഈ 5 പടങ്ങൾ എനിക്ക് കിട്ടിയത് എളുപ്പമായിരുന്നില്ല. ഒരു പക്ഷേ ഈസി ആയിട്ട് കിട്ടുമായിരിക്കാം, മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരുന്ന അല്ലെങ്കിൽ കിട്ടുമായിരുന്ന കയ്യെത്തി പിടിക്കാവുന്ന പല ചാൻസസും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം എന്ന് പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ കിട്ടിയ ഒരു അവസരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ട്രഗിള് ആണ് ഒരാളാക്കി മാറ്റുന്നത്, ഭാഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചത് കൊണ്ട് തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടല്ല തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ നമ്മുടെ ഈ പടത്തിനിപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പെണ്ണുകേസിൻ്റെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഒരു അഭിപ്രായങ്ങൾ പറയുമ്പം ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് വെയിലിനെ കമ്പയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തൊരു തമിഴ് പടത്തെ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പം ഓരോ ക്യാരക്ടർ കമ്പയർ ചെയ്ത് പറയുമ്പോൾ
ഇവർ പറയുന്ന ആ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു സമയം ഞാൻ വെറുതെ ഇരിക്കായിരുന്നില്ല. അല്ല, ഈ കമ്പാരിസനെ കുറിച്ച് പറഞ്ഞല്ലോ, പലപ്പോഴും ഈ നടിമാർ പറയാറുണ്ട് ഈ കമ്പാരിസൺ അവർക്ക് ഭയങ്കര അതൊരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ ഇന്ന സിനിമയിൽ ഇന്ന നടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു, അവരായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു, ഈ ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ. അത്തരം കമ്പാരിസൺ അതിനെക്കുറിച്ച് എന്താണ് ശ്രീരേഖ അത്തരത്തിലുള്ള കമ്പാരിസൺസ് ഞാൻ ഇതുവരെ കേൾക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ വേറൊന്നും ഞാൻ എപ്പോഴും എൻ്റെതായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇൻസ്പയർ ചെയ്യും, പക്ഷെ നമ്മൾ അവരെ ഒരിക്കലും നമ്മൾ കോപ്പി ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും ഇൻസ്പയർ ചെയ്യും, കാരണം നമുക്കൊന്നും അവരെ ഒന്നും കോപ്പി ചെയ്യാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലുള്ള ആൾക്കാരാണ് എല്ലാവരും. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മുടെ നിഖില പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റ് നേരത്തെ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് അല്ലേ. എന്നോട് പറഞ്ഞ ആ ഒരു കാര്യമാണ്. അത്രയും അധികം ആളുകൾ അവസരങ്ങൾക്കായിട്ട് ഇവിടെ നോക്കുന്ന അവരുടെ ഒരു സ്ട്രഗിളുണ്ട്. പക്ഷേ ആ ഒരു സ്ട്രഗിളിനപ്പുറം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു അംശം മതി ഇവരുടെ സ്ട്രഗിൾ മാറി അത് പോസിറ്റീവായിട്ട് വരാനും ഇവരൊന്ന് തെളിഞ്ഞു വരാനും. അതാണ് സിനിമയുടെ മാജിക്. ആ മാജിക് സംഭവിക്കുന്നത് വരെ നമ്മൾ ഏതൊരു വ്യക്തിയും അതിനുവേണ്ടി എടുക്കുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത് അതവരുടെ ലൈഫിൽ ഗുണം ചെയ്യുള്ളൂ. ഞാൻ അതങ്ങനെ വിചാരിക്കുന്നു, ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സത്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സിനിമയിൽ മാത്രമല്ല, എല്ലാ ഉണ്ടല്ലോ ഈ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ എല്ലാവർക്കും. ഈ ഒരു സെക്കൻഡ് ഓഫ് ഇതെല്ലാം മാറി അറിയും. പിന്നെ എപ്പോഴും സ്ട്രഗിൾ എപ്പോഴും നമ്മുടെ പേഴ്സണൽ ആണല്ലോ. നമുക്ക് നേടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലെ, ബേസിൽ ജോസഫ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന് മടുത്താണ് ഞാനൊരു സിനിമാ നടനായതെന്ന്. അപ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസറിനടുത്ത് ചെന്ന് കഥ പിച്ച് ചെയ്യുന്ന പ്രോസസ്സുണ്ട്, പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടുന്ന ഒരു പ്രോസസ്സുണ്ട്. ഇതിനകത്ത് ഏതാണ് ഏറ്റവും ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് കഥ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കഥ പറയുന്നത് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് മാത്രമല്ല, ആരുടെ അടുത്തും എനിക്കത് കഥ പറയുന്നത് എൻ്റെ അടുത്തും ആദ്യം പറഞ്ഞത് ഇതാണ്. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പറയാൻ. ഞാനത് കഥ പറയുന്ന രീതിയിൽ ചിലപ്പം നിങ്ങൾക്ക് അതേ മൂഡ് കിട്ടുന്നില്ല, പക്ഷെ ഭയങ്കര രസമായിട്ട് പറഞ്ഞു. ഇത് സ്വയം ചിന്ത മാത്രമേ ഉള്ളതാണ്. വളരെ എനിക്ക് ഓപ്പോസിറ്റ് ആളുകൾ എന്നെ കംഫർട്ട് ആക്കുമ്പോഴാണ് എനിക്ക് ഇത് കഥയൊക്കെ വൃത്തിയായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെല്ലാവരും അതുപോലെ തന്നെ തരണമെന്നില്ലല്ലോ. പക്ഷെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല, ഈ പല പുതുമുഖ സംവിധായകരും പറയാറുണ്ട്, അതായത് അവരുടെ ഒരു നല്ലൊരു കഥയുണ്ട്, പക്ഷേ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെന്ന് പിച്ച് ചെയ്യുക, പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടുക, അതിനുവേണ്ടിയാണ് പലരും വർഷങ്ങളോളം കാത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചായിരുന്നു. നല്ല കഥകൾക്ക് എപ്പോഴും സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. നല്ല കഥകൾ ഇപ്പം പിന്നെ ഇതിൻ്റെ ഒരു സമയമുണ്ട്. ഞാൻ പറയും ഭാഗ്യം എന്നല്ല, ഭാഗ്യം എന്ന് പറയുന്നത് ഈ നമ്മൾ വിചാരിക്കുന്ന ലോട്ടറി അടിക്കുന്ന ഭാഗ്യം പോലെ അല്ല പറയുന്നത്. ഇപ്പം നമ്മളിപ്പം ഈ കഥ നമ്മുടെ ജോണർ ഏതാണോ അത് ഇഷ്ടപ്പെടുന്ന ആളടുത്ത് കൃത്യമായിട്ട് എത്തിപ്പെടുക എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ, ആ ഒരു യാത്ര. ഇപ്പം ഇന്ന് ഒരു കോമഡി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ത്രില്ലർ ആഗ്രഹിക്കുന്ന ഒരാളുടെ നമ്മൾ കൃത്യമായിട്ട് ഒരു ത്രില്ലർ കഥയായിട്ട് എത്തുക എന്ന് പറയുന്നതാണ് ആ ഒരു ഭാഗ്യമുണ്ടല്ലോ. അതൊക്കെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്, അവിടെ എത്തിപ്പെടുക. ഇതൊക്കെ തന്നെയാണ്. ഫെബിൻ അങ്ങനെ വലിയ പ്രശ്നങ്ങളും പരിക്കുകളൊന്നും ഇല്ലാതെ എത്തിപ്പെട്ടു അല്ലേ? അത് ഞാനിവിടെയുള്ള എല്ലാ പുതുമുഖ സംവിധായകരുടെ എല്ലാവരുടെയും യാത്ര പോലെ തന്നെയാണ് എൻ്റെ യാത്ര. ഇവിടെയുള്ള ഇപ്പോൾ കൊച്ചിയിലുള്ള ഇപ്പോൾ ഇവിടെയുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സിനിമക്കാരുടെ തലയിലാണ് വീഴുന്നത്. അതുപോലെ തന്നെ ഞാൻ അവരെപ്പോൾ തന്നെയാണ് ഞാൻ. എല്ലാവരും സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. തുടക്കം ആ യാത്ര പ്രമേയമാക്കി വേണമെങ്കിൽ ഒരു സിനിമ ചെയ്യാവുന്നതാണല്ലേ? എനിക്കൊന്നും അത് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇവിടെ. ഉദയനാട് താരം ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഒരു പെണ്ണ് തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് പ്രേക്ഷകർ അത് ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കുക എന്നതിനെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു? കാരണം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സ്ത്രീകൾ സംവിധാനം ചെയ്യുന്ന സിനിമകൾ പലപ്പോഴും ഈ സ്ത്രീകളെ വിക്ടിം സൈഡിലാണ് നിർത്തുന്നത്. അങ്ങനെ അല്ലാത്ത സിനിമകളും ഉണ്ട്. ഇപ്പോൾ ലോക പോലത്തൊരു സിനിമ, അതിൻ്റെ അത്തരത്തിലൊരു ഫെമിനിൻ നെറേറ്റീവിൻ്റെ ഒരു സക്സസ് അത് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? എൻ്റെ കൂടെ ഒരു രശ്മി ഉണ്ട്, ഞങ്ങളോട് എഴുതുന്ന രശ്മി ഉണ്ടായിരുന്നു. രശ്മി ഞാനും കൂടിയാണ് തിരക്കഥ ചെയ്തത്. അപ്പം പലപ്പോഴും ആ ഒരു സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കുന്ന പല കാര്യങ്ങളും, അപ്പം ഞാനിപ്പോൾ പറയുന്ന പല കാര്യങ്ങളും അത് രശ്മി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ആ ഒരു എഴുത്ത് ഭയങ്കര സുഖമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ പല കാര്യങ്ങളുണ്ടാവില്ല, അപ്പോൾ അത് ഈ സമയത്ത് ഇങ്ങനെ ചിന്തിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രശ്മി നമുക്ക് തന്നെ രശ്മി ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര
ആ എഴുത്ത് ഭയങ്കര സുഖമായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിഖില വിമലിന് 2 ഇടി കൊടുക്കായിരുന്നു എന്ന് ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഷഫീഖിന് എന്തായാലും ഇടി കൊടുക്കാൻ പറ്റില്ല, അത് ശ്രീരേഖയ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ആലോചന എപ്പോഴെങ്കിലും സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷനിടയിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ഈ ക്യാരക്ടർ ഞാനൊരു ഏലിയൻ ഒരു ഏലിയൻ പോലെയാണ് വിചാരിച്ചത്. അത് എവിടുന്നോ വന്ന് എവിടേക്കോ പോയി എന്നുള്ള രീതിയിലാണ്. അപ്പം എനിക്കത് ഭയങ്കര ഇതിനോട് ഭയങ്കര ഒരു ദേഷ്യം, അങ്ങനെ എനിക്കങ്ങനെ ഇറങ്ങുമ്പോൾ ആർക്കും ഒരു ദേഷ്യം ഉണ്ടായിരുന്നെന്ന് എനിക്കൊരു തോന്നുന്നുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് ഈ ക്യാരക്ടറിൻ്റെ തട്ടിപ്പിനോട് ഒരു ഇഷ്ടം തോന്നണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ ശ്രീരേഖ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ, ഒരു ഫീമെയിൽ ക്യാരക്ടർ പലപ്പോഴും ചില സിനിമകളിൽ ഈ ബോൾഡ് ആണെന്ന് കാണിക്കാനായിട്ട് മദ്യപിക്കുന്ന രംഗം കാണിക്കും, സിഗരറ്റ് വലിക്കുന്ന രംഗം കാണിക്കും. ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു പോലീസുകാരിയായതുകൊണ്ട് അങ്ങനെ ഇടിക്കേണ്ട കാര്യമില്ല എന്ന് ഫെബിൻ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഫീമെയിൽ ക്യാരക്ടർ ബോൾഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാത്തവരും ബോൾഡായിരിക്കുമല്ലോ. മദ്യപിക്കാത്ത സ്ത്രീകളും സിഗരറ്റ് വലിക്കാത്ത സ്ത്രീകളും ഇപ്പോൾ പോലീസുകാരിൽ തന്നെ ഇടി കൊടുക്കാത്ത സ്ത്രീകളും അവരും ബോൾഡായിരിക്കുമല്ലോ. ഇങ്ങനെ ബോൾഡാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇത് കൊണ്ടുവരുന്നതിനോട് എന്താണ് ശ്രീരേഖയ്ക്ക് തോന്നിയിട്ടുള്ളത്? അത് ഡിപ്പെൻസ് അല്ലേ. ഒരു ക്യാരക്ടർ ചിലപ്പോൾ പല ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഈ പറയുന്ന പോലെ തന്നെ അങ്ങനെ കാണിച്ചാലേ ബോൾഡ്നെസ് ആവും, അങ്ങനെ കാണിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അത് കാണിച്ചാലേ ഓഡിയൻസിലേക്ക് എത്തൂ എന്നുള്ളതെന്നുണ്ടെങ്കിൽ അതും ബോൾഡ്നെസ്സാണ്. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും തൻ്റെ ആ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നതും ഒരു തരത്തിൽ ബോൾഡ്നെസ്സാണ്. പിന്നെ എല്ലാത്തിലും ഉപരി നമ്മൾ ചില കാര്യങ്ങൾ, അതായത് നമുക്ക് ഒരു ക്യാരക്ടർ മാറ്റി വെച്ചിട്ട് ഏതൊരു ക്യാരക്ടറും പോർട്രേ ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഒരു പേഴ്സണാലിറ്റി അത് ഈ സമൂഹത്തിലെ ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഒരു കോണിലുണ്ടാവും. ഒരു ക്യാരക്ടർ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടറെ ആയിരിക്കും. എങ്ങനെയൊക്കെ മറിച്ചും തിരിച്ചാണെങ്കിലും ഒരു കഥാപാത്രത്തെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ജീവിച്ചിരിക്കുന്നൊരു മോഡൽ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാനുള്ള അവകാശങ്ങൾ, നമ്മളുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മേലെയുള്ളൊരു കടന്നുകയറ്റം വരുമ്പോൾ അത് പറയുമ്പോൾ നോ അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ എന്നും അല്ല, യെസ് ആണെങ്കിൽ ധൈര്യപൂർവ്വം മറ്റൊന്നും ആലോചിക്കാതെ യെസ് എന്ന് പറയാനുമുള്ള സ്വാതന്ത്ര്യം ഒരു കഥാപാത്രം കാണിച്ചു കൊടുത്താൽ അതൊരു മാതൃകയാക്കി എടുക്കാവുന്നതാണ്. അതും ഒരു ബോൾഡ്നെസ്സാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഫെബിൻ, ഇപ്പോൾ നമ്മൾ ഈ പഴയകാല സിനിമകളുണ്ടല്ലോ, ഭരതൻ, പത്മരാജൻ, അവരുടെയൊക്കെ സിനിമകളെക്കുറിച്ച് പറയുന്നത് അതൊക്കെ വീണ്ടും വീണ്ടും റീവാച്ച് ചെയ്യപ്പെടുന്ന സിനിമകളാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള സിനിമകൾ കൂടുതലും മേക്കിങ്ങിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അത്തരം സിനിമകളുടെ ഒരു പ്രത്യേകതയായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ആ സിനിമയ്ക്കൊക്കെ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു, ഒരു ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള സിനിമകൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ മേക്കിങ്ങിലാണ്. എന്താണ് ഫെബിന് തോന്നിയിട്ടുള്ളത്? ഈ ഓരോരോ കാലഘട്ടത്തിലും ഓരോ ഇപ്പം നമ്മളിപ്പോൾ ചിലപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ബഹദൂറാണ് പറയുന്നൊരു ഇൻ്റർവ്യൂ. അതായത് ഇന്നത്തെ പുള്ളി ആ കാലത്തിരുന്നു കൊണ്ടാണ് പറയുന്നത് പഴയ സിനിമകൾക്കുള്ള ഗുണം ഇന്നത്തെ സിനിമകൾക്കില്ല എന്നാണ്. അതിപ്പോൾ 1980 സിനിമകളെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും സിനിമകൾക്കൊക്കെ മാറ്റം ഉണ്ടാകും. മാറ്റം എന്ന് പറയുന്നത് സിനിമയ്ക്ക് മാത്രമല്ല, മൊത്തത്തിലുള്ള ജീവിതശൈലിക്കും എല്ലാം മാറും. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇപ്പം ലാഗ് ആർക്കും ഇഷ്ടമല്ല. ചെറിയൊരു ഇമോഷൻ സ്പേസ് പോലും നമുക്ക് എവിടെ ലാഗാണ്. അപ്പം ആ സമയത്ത് എല്ലാവരും മൊബൈലെടുക്കും. ഇപ്പം എല്ലാവർക്കും റീല് പോലെ തപ്പി. അപ്പം ആ സ്പേസൊന്നും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു. പക്ഷേ പറയുമ്പോൾ ഈ സിനിമകൾ റീവാച്ച് ചെയ്യാനും ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞ ഓരോ കാലഘട്ടം ചിലപ്പോൾ ഇതായിരിക്കില്ല, ഇനി അടുത്തൊരു തലമുറയുടെ ഇതായിരിക്കില്ല. അല്ല, അത് ഫെബിൻ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം റീലുകളുടെ കാലമാണ്. ഇപ്പം സിനിമയിൽ വരുന്ന നല്ല സീൻസ് തന്നെ എല്ലാവരും റീലുകളായി കണ്ടാണ് ചിലപ്പോൾ പല സിനിമകളും തിയേറ്ററിൽ കാണാൻ പോകുന്നത് തന്നെ. അപ്പോൾ റീലുകൾ എന്ന് പറഞ്ഞാൽ അത് വിത്തിൻ സെക്കൻഡ്സ് മാത്രമുള്ളതാണല്ലോ. അപ്പം റീലുകൾക്ക് വേണ്ടി നമ്മുടെ ഒരു പെർഫോമൻസ്, നമുക്ക് അതിനുള്ളൊരു സ്പേസ് കിട്ടാതെ വരുന്നു, കുറച്ചൊരു വിശാലമായിട്ടുള്ള നമ്മളെ പെർഫോമൻസ് കാണിക്കാനുള്ള സ്പേസ് കിട്ടാതെ വരുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് സ്ഥിരമായിട്ടുള്ളൊരു തോന്നലുകളല്ല. നമുക്കുള്ള സ്പേസുകൾ നമ്മളെപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്ന പോലെ അതൊരു ആറ്റിറ്റ്യൂഡിൻ്റെയാണ്. നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുന്നു, നമുക്കൊരു സ്പേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കാം. സ്പേസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് അവസാനം നമുക്ക് മനസ്സുമെടുത്ത് നമ്മൾ അത് അവസാനിപ്പിക്കും. അത് നമ്മളെ കയ്യിലിരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ ആ സ്പേസ് നമുക്ക് എന്തായാലും നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും നമുക്ക് ഉറപ്പുള്ളൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള സ്പേസ് ഈ ലോകത്തുണ്ട്.
പക്ഷെ അത് കാണാനുള്ള ആളുകളുടെ എണ്ണം നമ്മൾ ഇത്ര ആഗ്രഹിക്കരുത്. ഒരാളുണ്ട്, അല്ല ഒരേ ഒരാളെ നമുക്ക് കാണാനുള്ളെങ്കിലും ആ ഒരാൾക്ക് വേണ്ടി പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾക്ക് മുമ്പിൽ ഇരുന്ന് പെർഫോം ചെയ്ത് ഒരുപാട് നടന്മാർ നമുക്കുണ്ട്. എത്രയോ ടാലൻറ്റഡ് ആയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്ന ഇതാണ്. അത് നമ്മൾ ടാലൻറ്റ് എന്ന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് റീൽസ് എന്ന് പറയുന്നതും ഉപജീവന മാർഗത്തിൻ്റെ ഒരു മറ്റൊരു വേറിട്ടൊരു മുഖം തന്നെയാണ്. ആളുകളിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരികയുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടിയാണ്. ഇത് രണ്ടും മിങ്കിളാവുമ്പോഴത്തേക്കുമാണ് ഈ വിസിബിലിറ്റിയുടെ ആവശ്യം റീൽസിൽ എടുക്കുക, അല്ലെങ്കിൽ അവിടെ നമ്മൾ പിന്തള്ളപ്പെട്ടു പോവുക, ഇങ്ങനെയുള്ള ആവശ്യം വരുന്നത്. ഇന്നത്തെ കാലഘട്ടം വെച്ച് നോക്കിയാൽ അതങ്ങനെയാണ്. അതല്ല, ഒരു ലോങ് ടേം റണ്ണാണ് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ സ്പേസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം. ഇപ്പോൾ സിനിമയിൽ ശ്രീകാന്ത് വെട്ടിയാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം സിനിമയിൽ അവർ അത്യാവശ്യം നല്ല സജീവമായിട്ട് വരുന്നു. മാത്രമല്ല അവരുടെ ഫോളോവേഴ്സിനെയും കൂടെ അവരും സിനിമ പോയി കാണുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമ്മളിപ്പോൾ ഒരു കാസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസർ വരികയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ മറ്റൊരു സൈഡിൽ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ആർട്ടിസ്റ്റ് കാണുമായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഇതിലുണ്ടായിരുന്ന ഭർത്താക്കന്മാർക്കാരാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ കൂടുതലായിട്ട് നോക്കിയത്. അതിൽ പിന്നെ ജയകൃഷ്ണൻ, ജയകൃഷ്ണൻ നമ്മുടെ തുടക്കത്തിൽ ജയകൃഷ്ണൻ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ കണ്ടന്റുകൾ. അതേപോലെ തന്നെ ഞാൻ ഈ ഗുണ്ട് രാജേഷ്, അജിത്തിൻ്റെ ഇവരൊക്കെ കണ്ടന്റുകൾ ഞാൻ ബേസിക്കലി ആസ്വദിക്കുന്ന ആളായിരുന്നു. അപ്പം എനിക്കിത് ഇവിടെ കുറച്ച് നമുക്കുണ്ടാവുന്നൊരു ഗുണം എന്ന് പറയുന്നത് ഇവരൊരു പുതുമുഖമായിട്ടല്ല, നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതാണ് നമുക്ക് കിട്ടുന്നൊരു ഗുണം. അപ്പം ഞാൻ ഈ നടന്മാരുടെ കൂടെ തന്നെ അത്യാവശ്യം നല്ലോണം അഭിനയിക്കുന്ന ആളുകളാണ്. ഇവരും ആക്ടറാവാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണ്. അതിന് നടക്കാതെ വന്നപ്പോൾ കിട്ടിയൊരു വേറൊരു മാർഗ്ഗങ്ങളാണ് ഇവർ തൽക്കാലം നിലനിൽക്കാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗങ്ങളാണ് ഇവർ ഈ റീലുകളൊക്കെ നോക്കുന്നത്. ഇവരെല്ലാവരും തന്നെ സിനിമയുടെ പുറകെ നടക്കുന്നവരാണ്. ഒരു സമയത്ത് സിനിമ ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്ന എല്ലാവരും, ശ്രീകാന്തായാലും ജയകൃഷ്ണനായാലും അജിത്തായാലും ഇവരൊക്കെ സിനിമാ നടന്മാരാവാനും സംവിധായകനാവാനൊക്കെ ആഗ്രഹിച്ചിട്ട് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന ആളുകളാണ്. അവർക്ക് ഇതിന് നിലനിൽക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടികളാണ് റീൽസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിഖില വിമലിനെ സംബന്ധിച്ചിടത്തോളം നിഖില വിമലിൻ്റെ കുറിക്ക് കൊള്ളുന്ന മറുപടിയും തഗ് റിപ്ലൈ ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറയണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരു കാസ്റ്റിങ്ങിൽ മെയിൻ ലീഡ് നിഖില വിമൽ തന്നെയായിരുന്നു? ആദ്യമേ മനസ്സിൽ നിഖില തന്നെയായിരുന്നു? അല്ല, അങ്ങനെ തുടക്കത്തിൽ എഴുതുന്ന സമയത്ത് നിഖിലയൊന്നും ഇല്ലായിരുന്നു. അല്ല, തുടക്കത്തിൽ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഇത് ക്യാരക്ടറായിട്ട് എഴുതിയിട്ട് പിന്നീട് നമ്മൾ ഇത് ആര് ചെയ്താൽ നന്നാവും എന്നുള്ള ചർച്ചയുണ്ട്. ആ സമയത്ത് നമ്മൾ ചില പ്രൊഡക്ഷൻ ഹൗസുകളിൽ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസും വന്നിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് കഥ പറഞ്ഞതൊക്കെ നിഖിലയുടെ അടുത്ത് തന്നെയാണ്. പിന്നെ നിഖില എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേറ്റാണ് നിഖിലയുടെ കഥ പറയുന്നത്. അതിനുശേഷം പിന്നെ നിഖില തന്നെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് തന്നെ. ഏതായാലും സിനിമ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു ലൈറ്റ് സിമ്പിൾ മൂവി. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പടങ്ങൾ എടുക്കണം. ശ്രീരേഖ നല്ല നല്ല റോൾസിൽ ഇനിയും അഭിനയിക്കണം. ഏതായാലും രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. താങ്ക് യു.